നമസ്കാരം. ഇത് കർണാടകയിലെ മാംഗ്ലൂർ അടുത്തുള്ള സൂരത്കൽ എന്ന സ്ഥലമാണ്. ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ 2 സ്ഥലങ്ങൾ, ഇവിടുത്തെ സൂരത്കൽ ബീച്ചും ഒരു കടൽപ്പാതയുണ്ട് ഇവിടെ. കർണാടകയിലെ ഏറ്റവും വലിയ കടൽപ്പാത ഉടുപ്പി ജില്ലയിലുള്ള മാൽപെ കടൽപ്പാതയാണ്, മാൽപെ സീ വോക്ക്. അതിനെ പറ്റിയൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, മാൽപെ സീ വോക്കിനെ പറ്റിയിട്ട്. അതാണ് ഏറ്റവും ഭംഗിയുള്ളതും ഏറ്റവും നീളം കൂടിയതുമായ കടൽപ്പാത കർണാടകയിലെ. ഇവിടുത്തെ കടൽപ്പാത അതിലും ചെറുതാണ്. ആ ബീച്ചിലേക്കും കടൽപ്പാതയിലേക്കും പോകുന്ന വഴിയാണിത്. ഇതിനെപ്പറ്റി അറിയാമോ? ഇത് ഈ തീരപ്രദേശങ്ങളിലുള്ളവരും ഈ കടലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ആയിരിക്കും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ സാധ്യത. എനിക്കിതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ലായിരുന്നു. ഞാനിത് ആദ്യമായിട്ട് നേരിട്ട് കണ്ടത് കഴിഞ്ഞ വർഷം കൊല്ലം ബീച്ചിനോട് ചേർന്നുള്ള ഒരു റോഡിലൂടെ പോയപ്പോഴാണ് ഞാനിത് ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ പേര്, എനിക്കറിയാവുന്ന പേര് മുട്ട് എന്നാണ്. അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളൂ, മുട്ട് എന്നാണ്. അപ്പോൾ ഇത് ഇവിടെ പോയപ്പോൾ, ഈ സൂരത്കൽ ബീച്ചിൽ പോയപ്പോൾ ആണ് ഇത് ഒരുപാട് കണ്ടത്, അടുത്ത് കണ്ടത്. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേരെന്താണെന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ പേര് ശരിക്കും ടെട്രാപോഡ് അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടർ എന്നാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര്. ഇത് ഉപയോഗിക്കുന്നത് ഈ തീരപ്രദേശ മേഖലയെ കടലാക്രമണങ്ങളിൽ നിന്നും തിരമാലകളിൽ നിന്നും ഒക്കെ സംരക്ഷിക്കുന്നതിനായിട്ട് കടൽഭിത്തി നിർമ്മിക്കും. ഈ കടൽഭിത്തി നിർമ്മിക്കുന്നതിനാണ് ഈ ടെട്രാപോഡുകൾ ഉപയോഗിക്കുന്നത്. ടെട്രാപോഡുകൾ പല വലുപ്പത്തിലും പല ആകൃതിയിലുള്ളതൊക്കെ ഉണ്ട്. ഈ ഓരോ കടൽഭിത്തി നിർമ്മിക്കുന്നത് ഏത് സ്ഥലത്താണോ ആ സ്ഥലത്തിൻ്റെ പ്രാദേശിക കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് ഈ ടെട്രാപോഡിൻ്റെ ഭാരവും വലുപ്പമൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. എല്ലാ സ്ഥലത്തെയും ഒരേ വലുപ്പത്തിലുള്ളതായിരിക്കില്ല ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. എല്ലാ വർഷക്കാലത്തും ന്യൂസ് കണ്ടിട്ടില്ലേ, കടൽഭിത്തി നിർമ്മാണം നടന്നില്ല എന്ന്. അപ്പോൾ ഈ കടൽഭിത്തി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ ടെട്രാപോഡുകൾ. ടെട്രാപോഡ് വെച്ചിട്ടാണ് കടൽഭിത്തി നിർമ്മിക്കുന്നത്. ഈ ബീച്ചിൻ്റെ ഒരു സൈഡിൽ കണ്ടതാണ് ഈ ടെട്രാപോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അച്ച്. ഈ അച്ചിലാണ് ടെട്രാപോഡുകൾ നിർമ്മിക്കുന്നത്. ഇത് ഈ അച്ച് ഒരു 3-4 പാർട്സ് ആയിട്ടാണുള്ളത്. ഈ പാർട്സ് നട്ടും ബോൾട്ടൊക്കെ ഇട്ട് മുറുക്കി ഇതിങ്ങനെ ഒറ്റ ഷേപ്പിലാക്കും. അതപ്പോൾ അങ്ങനെ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് ഇത് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഫുൾ ഷേപ്പിലായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ കോൺക്രീറ്റ് ഉള്ളിലേക്ക് ഒഴിച്ച് നിറച്ച് ഇതുപോലെ ഒരു ഹുക്കും വെച്ചിട്ടായിരിക്കും ആ കോൺക്രീറ്റ് നിറയ്ക്കുക. അപ്പോൾ അത് സെറ്റ് ആവാൻ എടുക്കുന്ന ഒരു സമയം ഒരു 10-11 മണിക്കൂറാണ്. ഈ 10-11 മണിക്കൂർ കഴിയുമ്പോൾ, അത് സെറ്റായി കഴിയുമ്പോൾ ആ പാർട്സൊക്കെ മാറ്റിയിട്ട് ഈ ടെട്രാപോഡ് ഈ ക്രെയിൻ ഉപയോഗിച്ച് ട്രക്കിലേക്ക് കയറ്റും. അങ്ങനെ ട്രക്കിലാണ് ഓരോ സ്ഥലത്തേക്കും, ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഈ ടെട്രാപോഡുകൾ എത്തിച്ചു കൊടുക്കുന്നത്. ഈ ടെട്രാപോഡിൻ്റെ ഇപ്പോൾ ഇവിടെ കണ്ട ഈ ബീച്ചിൽ കണ്ട ടെട്രാപോഡിന് ഒരു 8-9 അടി ഹൈറ്റ് ഉണ്ട്. ഈ ടെട്രാപോഡിൻ്റെ ആകൃതിക്ക് പറയുന്ന പേര് ടെട്രാഹെഡ്രൽ എന്നാണ്. ഇതൊക്കെ നേരത്തെ ഇവിടെ ടെട്രാപോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന അച്ചുകളാണ്. ഫ്രാൻസിലാണ് ടെട്രാപോഡുകളുടെ നിർമ്മാണം ആദ്യമായി ആരംഭിച്ചത്. ഏറ്റവും കൂടുതൽ ടെട്രാപോഡുകൾ ഉപയോഗിക്കുന്ന രാജ്യം ജപ്പാനാണ്. ഇത്രയൊക്കെയാണ് ഈ ടെട്രാപോഡിനെ പറ്റിയിട്ടും അതിൻ്റെ നിർമ്മാണ രീതിയെ പറ്റിയിട്ടും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. ഇവിടുത്തെ കടൽപ്പാത ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ചെറിയ കടൽപ്പാതയാണ്. ഇതിൻ്റെ കുറച്ച് നീങ്ങിയിട്ട് ഇതിനേക്കാൾ കുറച്ചുകൂടെ വലിയ കടൽപ്പാതയുണ്ട്.
ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ.